അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ആഫിർ എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ 7ാം ക്ലാസ്സിൻ്റെ അഹ്കാമു തജ്വീദിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് വായിക്കാം. 100 മാർക്കിനാണ് ഉള്ളത്. ആദ്യമായി കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ശരി മാത്രം ടിക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അർ റസ്മുൽ ഉസ്മാനി എഴുത്തിരി. അർ റസ്മുൽ ഉസ്മാനിയുടെ എഴുത്ത് ഏത്? അർ റഹ്മാൻ, അർ റഹ്മാൻ, അർ റഹ്മാൻ. 3 വായിക്കുന്ന ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് റെഡി ശരിയായത്, അർ റഹ്മാൻ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഹദറിനേക്കാളും പുണ്യം ലഭിക്കും തർത്തീല് തദ്വീർ തജ്വീദ്. അതുത്തരം തർത്തീൽ എന്നാണ് ശരി. മൂന്നാമത്തത്, ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് 10, 12, 14 സ്ഥലത്തുണ്ട്. നാലാമത്തത്, നാവിന്റെ കൂർത്താറ്റം മഖ്റജായ ഹർഫ് റാ, സായ്, സീൻ. ഏതാണ്? സായ് എന്നാണ് ഉത്തരം. അഞ്ചാമത്തത്, അൽ മദ്ദുൽ അസ്ലിന്റെ ദൈർഘ്യം എത്ര? ഒരു ഹർഫിന്റെ ഖദർ, ഒരു അലിഫിന്റെ ഖദർ, ഒരു മദ്ദിന്റെ ഖദർ. അതാണ് ഉത്തരം, ഒരു അലിഫിന്റെ ഖദർ. ആറാമത്തത്, വസ്സമാഇ അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, അൽ മദ്ദുൽ ലാസിം. ഇതാണ് ശരി, മദ്ദുൽ മുത്തസിലാണ്. മുത്തസിൽ എന്ന് പറയുന്നത് ഒരേ പദത്തിൽ ഹംസയും മദ്ദക്ഷരവും ഹംസയും വന്നാലാണല്ലോ. വസ്സമാ ഒരേ പദമാണ്, അതുകൊണ്ടാണ് മദ്ദ് മുത്തസിലായത്. അടുത്തത്, ചേരുംപിടി ചേർക്കുക. ലെറ്റേഴ്സ് കൊടുത്താണ് എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. ഏഴാമത്തത്, അൽ ഹദഫ് ലെറ്റർ ഡി, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. 8, അസിയാദ ലെറ്റർ എ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. 9, അൽ ബദൽ ലെറ്റർ ഇ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. 10, അൽ വസ്ൽ ലെറ്റർ ബി, പിരിച്ചെഴുതേണ്ട കലിമത്തിന് ചേർത്തെഴുതൽ. 11, അൽ വസ്ൽ അൽ ഫസ്ല് ലെറ്റർ സി, ചേർത്തെഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതുക. ഓരോന്നിൻ്റെ മീനിങ് ആണ് മാച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഇനി പൂരിപ്പിക്കുക. 12, വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. 13, അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കണം. 14, അൽ മദ്ദുൽ മുത്തസിൽ മദ് അസ്ലിനേക്കാൾ നീട്ടൽ വാജിബാണ്. 15, മദ് 2 ഇനമുണ്ട്. 1 അൽ മദ്ദുൽ അസ്ലി, 2 അൽ മദ്ദുൽ ഫറഈ. 16, ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും കാറ്റില്ലാതെ പുറപ്പെടുന്നു. 17, അർ റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18ാമത്തെ ചോദ്യം, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്, ഇത് പറഞ്ഞ മഹാൻ ആര്? ഉത്തരം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 19, തസ്ബീഹിന്റെ ആയത്തോതുമ്പോൾ എന്തു ചൊല്ലണം? സുബ്ഹാനല്ലാഹ്. 20, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കാറ്റോടുകൂടി പുറപ്പെടുന്നു. ഏതാണ് ഈ അക്ഷരം? ഹ ആണ്. 21, അൽ മദ്ദുൽ മുത്തസിലിന്റെ മറ്റൊരു പേര് പറയാം, മദ്ദുൽ വാജിബ്. 22, സ്വലാത്ത് എന്നതിന്റെ അർ റസ്മുൽ ഉസ്മാനി എഴുത്തി എങ്ങനെ? സ്വലാത്ത് വാവിട്ടാണ് എഴുതേണ്ടത്. അലിഫിന് പകരം വാവ് കൊടുത്തിട്ടാണ് എഴുതേണ്ടത്. 23, ഏത് സൂറത്ത് കഴിഞ്ഞാലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലേണ്ടത്? സൂറത്തുൽ മുൽക്ക്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 24, എന്താണ് തജ്വീദ്? ഉത്തരം, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിന്. ചോദ്യം 25, സൂറത്തു തീനി പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്തു ചൊല്ലണം? ബലാ വഅനാ അലാ ദാലിക മിനശ് ഷാഹിദീൻ. 26ാമത്തെ ചോദ്യം, മല്ലം യുജവ്വിദിൽ ഖുർആൻ ആസിമുൻ. സാരം എഴുതുക. ബൈത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്.
തജ്വീദ് പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരമാണ്. 27ാമത്തെ ചോദ്യം, അർ റസ്മുൽ ഉസ്മാനി എന്നാൽ എന്ത്? ഉത്തരം, സാധാരണ അറബി എഴുതുന്നതിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഇതിനാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 2 എഴുതാം. 1 ഖിബിലക്ക് അഭിമുഖമായിരിക്കുക, 2 നല്ല വസ്ത്രം ധരിക്കുക. ചോദ്യം 29, കാറ്റില്ലാതെ തഫ്ഖീമോടെ ഉച്ചരിക്കേണ്ട 2 അക്ഷരങ്ങൾ എഴുതാം. 1 ഖൈന്, മറ്റൊന്ന് ത്വാ. ചോദ്യം 30, അൽ മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്ത്? ഒരു പദത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസയും വരിക. ചോദ്യം 31, തിലാവത്തിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? സജദ വജിഹലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു ബിഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. മിനിമം 5 വരി എഴുതണം. 32ാമത്തെ ചോദ്യം, ഖുർആൻ പാരായണത്തിന് അദബുകൾ. ഇതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതേണ്ടത്. ഖിബിലക്ക് അഭിമുഖമായിരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ മുസ്ഹഫ് പിടിക്കാം. തർത്തീലായി പാരായണം ചെയ്യുക. അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കുകയും അദാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ പോലെയുള്ള തസ്ബീഹിൻ്റെ ആയത്തോതുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. സൂറത്ത് തീനി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നും, സൂറത്തുൽ ഗാശിയയിൽ സുമ്മ ഇന്ന അലൈന ഹിസാബ് എന്ന് പറയുമ്പോൾ, സൂറത്തുൽ ഗാശിയയിൽ സുമ്മ ഇന്ന അലൈന ഹിസാബ് എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ യസ്സിർ അലൈന ഹിസാബക് എന്നും കൂടെ പറയണം. 33ാമത്തെ ചോദ്യം, മദ്ദുകളും അവയുടെ നിയമങ്ങളും. ഇതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാം. മദ് 2 വീതം. 1 മദ്ദുൽ അസ്ലി, 2 മദ്ദുൽ ഫറായി. ഹർക്കത്തുള്ള 2 അക്ഷരം ഒഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിൻ്റെ ദൈർഘ്യം. മദ് ഫറായി എന്നാൽ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടണമെങ്കിൽ ഹംസയോ സുക്കൂനോ ഉണ്ടാവുന്നതിനാണ് മദ്ദുൽ ഫറായി ഉണ്ടാവുന്നതിനാണ്. മദ് ഫറായി 5 വീതം. 1 മദ്ദുൽ മുത്തസിൽ, 2 മദ്ദുൽ മുൻഫസിൽ, 3 മദ്ദുൽ ലാസിം, 4 മദ്ദുൽ ആരിൽ, 5 മദ്ദുൽ ലീൻ. മദ് മുത്തസിൽ അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ നിർബന്ധമാണ്. മദ്ദുൽ മുൻഫസിൽ നീട്ടൽ നിർബന്ധമില്ല. അല്ലാഹു തആല തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുന്ന തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.